വീട്ടിലിരുന്ന് പൂജാമുറിയിലിരുന്ന് നമ്മളിവിടെ മുല്ലോർലി തേവരുടെ നടയിലിരുന്ന് നാമം ജപിക്കണു എന്നുള്ള ഭാവത്തിൽ, നമ്മളുടെ കൂടെ നാമം ജപിക്കണു എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ അവിടെ ഇപ്പോൾ വല്ലാത്ത ചൂടുള്ള സമയമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് തണുത്ത് വിറച്ചിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായില്ല, വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. അത് എന്താന്ന് പറയാൻ പറ്റില്ല. എന്തോ നമ്മളെ സാധാരണഗതിയിൽ എന്താ വിചാരിക്കുക, എന്തെങ്കിലും അസുഖം വരികയോ എന്നൊക്കെയാണ് നമ്മൾ കരുതുക. അപ്പോൾ അങ്ങനെ നാമം ഇരിക്കണ ഒരു സമയത്ത് അങ്ങനെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ ഇവിടുത്തെ പാരായണമൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് കേട്ടപ്പോഴാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക്, അതായത് ഇത് അപ്ലോഡ് ചെയ്യണതിന് മുമ്പ് തന്നെ എനിക്ക് അവരുടെ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ന് പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് നമ്മളിവിടെ പാരായണം ചെയ്യുന്ന സമയത്ത് നേരിട്ട് ലൈവ് അല്ലല്ലോ. അപ്പോൾ ആ സമയം നോക്കി പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. അത്രയും തണുപ്പ് എനിക്ക് എന്താ അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ വന്നത്, അത് എന്തായി, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, പക്ഷേ അതും കണ്ടില്ല, അതങ്ങനെ ചോദിച്ചതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ നല്ല രാത്രിയാണ് അങ്ങനെ വാട്സപ്പ് നോക്കിയപ്പോഴാണ് അതൊക്കെ കണ്ടത്. അതിനുശേഷം നമ്മളുടെ ഇന്നലത്തെ പാരായണം അതികഠിനമായ മഴയത്തിരുന്നുള്ള പാരായണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ മെസ്സേജ് വീണ്ടും ഉണ്ടായത്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരത്ഭുതമായിട്ടുള്ള ഒരു അത്ഭുതം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് തേവരുടെ തിരുനടയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ തേവര് അത് അനുഭവമാക്കി കൊടുത്തു. ഏതൊരു സ്ഥലത്തിരുന്നിട്ടാലും എവിടെയായാലും നമ്മൾ പറയില്ലേ, നമ്മൾ ഇരിക്കണയിടം വൃന്ദാവനാക്കാം എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ ഇന്ന ദിക്കിലിരിക്കണോ, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരിക്കണോ എന്നങ്ങോട്ട് സങ്കല്പിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാക്കാൻ ഭഗവാന് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ചിന്തയും പ്രാർത്ഥനയും അത് അനുഭവമാക്കി കൊടുത്തു എന്നുള്ളത് പറയാണ്ട് വയ്യ. അത്രയും കാരണം ഇവിടെ ഇരിക്കണം നമുക്ക് ആ അനുഭവമില്ല, പക്ഷേ എവിടെയോ ഇരിക്കണ ആ അമ്മയ്ക്ക് അത് അനുഭവിക്കാൻ പറ്റി.